മഴ ശമിച്ചെങ്കിലും ദുരിതമകലാതെ അപ്പർ കുട്ടനാട് മേഖല. തലവടി, മുട്ടാർ, വിയ്യപുരം, തകഴി പ്രദേശങ്ങളിലെ വീടുകളിൽ കയറിയ വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. ഗ്രാമീണ സർവീസ് റോഡുകളും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. വെള്ളം ഇറങ്ങിത്തുടങ്ങിയ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. മഴ കുറഞ്ഞെങ്കിലും അപ്പർ കുട്ടനാട് മേഖലയിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടില്ല. തോട്ടപ്പള്ളിപ്പൊഴി കൂടുതൽ വീതിയിൽ തുറക്കുകയും തൃക്കുന്നപ്പുഴ ചീപ്പിലെ ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടെങ്കിലും മേഖലയിൽ ജലനിരപ്പിന് കാര്യമായ കുറവ് വന്നിട്ടില്ല. നദീജലം കയറി മുങ്ങിയ വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങാൻ ദിവസങ്ങൾ വേണ്ടിവരും. അപ്പർ കുട്ടനാട്ടിലെ 5 പഞ്ചായത്തിൽ അതിരൂക്ഷമായ വെള്ളപ്പൊക്കക്കെടുതിയാണുണ്ടായത്. നൂറുകണക്കിന് വീടുകൾ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. തലവടി, മുട്ടാർ, വിയ്യപുരം, തകഴി പ്രദേശങ്ങളിലെ വീടുകളിൽ കയറിയ വെള്ളം പൂർണ്ണമായി മാറിയിട്ടില്ല. ഗ്രാമീണ സർവീസ് റോഡുകളും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. അതേസമയം വെള്ളമിറങ്ങി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കക്കെടുതി രൂക്ഷമായി നേരിട്ട പ്രദേശങ്ങളിലെ ദുരിതബാധിത ക്യാമ്പുകൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചു. കിടപ്പുരോഗികൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കിയുമാണ് വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. വരും ദിവസങ്ങളിൽ കാലവർഷം വീണ്ടും ശക്തി പ്രാപിച്ചാൽ അപ്പർ കുട്ടനാട്ടിലെ ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാകും. പ്രധാന ഉപജീവനമാർഗമായ നെൽകൃഷിയും കരകൃഷിയും മേഖലയിൽ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് വീടുകളാണ് ഇക്കുറി കാറ്റിൽ തകർന്നത്. കനത്ത മഴയിലും കാറ്റിലും കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. അടിയന്തര സഹായമായി കുട്ടനാട്ടിലെ ഓരോ കുടുംബത്തിനും 10,000 രൂപ അനുവദിക്കണമെന്ന് കുട്ടനാട് MLA തോമസ് കെ തോമസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.